ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നമ്മെ വിളിച്ചു നടത്തിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വേർപെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളെ സമർപ്പിക്കാം. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ വഴി നമുക്ക് പങ്കുകൊള്ളാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുടെ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീടും ഒരുമയുടെ ബലിയർപ്പിക്കും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാവിനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാർ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവ് ദൈവമേ, മൂലം വേർപെട്ടു പോയി നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിന്റെ ജീവൻ പ്രദാനം ചെയ്യണം. വിശുദ്ധരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൽ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധയോടെ പരിക്രമം ചെയ്യുന്നു. ബലഹീനരാജകളെ സിദ്ധരാക്കുന്നവൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം, നാഥാന്റെ സഹായം ഞാൻ യാചിക്കുന്നു. പകലല്ല രാവിലെ അങ്ങേ സന്നിധിയിൽ വാവിട്ടേവം വിലപിപ്പു. അന്യവിനാശ്രയമിനിയില്ല, നിന്നെ തന്നെ വിളിപ്പൂ. കൈകളയുയർത്തി തിരുമുൻപിൽ കരയുന്നു ഞാൻ കർത്താവേ. പുലരികൾ തോറും മുൻപിൽ നിലവിളിയാണെത്തുന്നു. കർത്താവേ, ഞാൻ ശക്തി പ്രാർത്ഥിക്കുന്നു. ഇരുളിൽ മുങ്ങി താഴുമ്പോൾ കരമൊന്നേകാനാകുള്ളൂ. കൈകളയുയർത്തി തിരുമുൻപിൽ കരയുന്നു ഞാൻ കേൾക്കണമേ. താതനുമതുപോലാത്മശനം ബ്രൂഹാക്യം സ്തുതി എന്നേക്കും. ആദിമുലയ്ക്കുന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ആമേൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കൃതാഭാഗ്യമെങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒഴുതി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിലെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനെയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയനേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വര
പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. എൻ്റെ സഹോദരനെ വിശുദ്ധ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആസ്വദിച്ചാലും. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിനെ എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുമ്പിലുള്ളത് കാണുക. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രസംഗിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുവാനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത്. എന്തെന്നാൽ ചിലർ പറയുന്നു, അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്. എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലെ ശാസ്ത്രവുമാണ്. അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഈ കൂട്ടർ ധരിക്കട്ടെ. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടാമെന്ന്, ഹല്ലേലൂയ ഹല്ലേലൂയ. നാഥാ നിന്റെ ദയയ്ക്കു സമാനം കാരുണ്യം നീ ചൊരിയണമെന്നിൽ. മാമക പാപകടങ്ങളെ ശേഷം കണ്ണിനു മുൻപിൽ കാണുന്നു ഞാൻ. ദുർഭകനെന്നിൽ കാരുണ്യം നീ മാറിക്കണക്കു പൊഴിക്കണമെന്നും. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടാമെന്ന്, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധർക്ക് അറിയിച്ച പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 12 തിരുവചനങ്ങൾ 4 മുതൽ. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുക. അതെ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുക. 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ല. അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവിനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവരോട് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്നും എന്ത് പറയുമെന്നും ഉൾക്കൊണ്ടാകുന്നവരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കൂടെ നിന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മാമിദിസ വഴി സൂര്യരാജനവാസിയാവുകയും മണ്ണ് വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗത്തിൽ ചേർക്കണമെന്ന്. കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. സ്തുതിയുടെ സ്ഥലത്ത് സങ്കടം കാണിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വസമല്ലി അനുഗ്രഹിക്കണമെന്ന്. കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ പിടാനോട് കുറിച്ച് മരിച്ചവരെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന്.
മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തി നിൽക്കുവാൻ വരം തരണമെന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളുടെ കർത്താവായ അങ്ങയുടെ നിങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം നിങ്ങളെ നിറയ്ക്കണം. നിങ്ങളുടെ മനുഷ്യരുടെ കടകൾ ക്ഷമിക്കുകയും അവരെ നിജമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിലൂടെ കടങ്ങളുടെ പാപങ്ങളെ കരാൻ കഴിയും. കർത്താവിന്റെ കൃപയാൽ അനുഗ്രഹത്താൽ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പ്രീതിക്ക് പാത്രീഭൂതനായവൻ ഭാഗ്യവാൻ. പ്രതിഫലമേകേണ നീതി വിധിക്കാതെ ആഗതനാകുമ്പോൾ നന്മകളും തിന്മകളും നോക്കി വിധിക്കും വേളയതിൽ നിനഗാത്രങ്ങൾ കൈക്കൊള്ളും ഞങ്ങൾ നിൻ കൃപ കാണട്ടെ. നാഥാനീ നിത്യം വിധിയാലും വാക്കോ പ്രസംഗമോ ഇല്ല. പ്രതിഫലമേകേണ നീതി വിധിക്കാതെ ആഗതനാകുമ്പോൾ നന്മകളും തിന്മകളും നോക്കി വിധിക്കും വേളയിൽ നിനഗാത്രങ്ങൾ കൈക്കൊള്ളും ഞങ്ങൾ നിൻ കൃപ കാണട്ടെ. നാഥാനീ നിത്യം വിധിയാലും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവപിതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മറിയോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കുമാമേ. ദൈവത്തിന്റെ സ്നേഹന്മാരെ ഏകജാതനെ സ്നേഹിക്കുന്നവരെ ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിളിച്ച നീതിമാന്മാരുടെയും മകടച്ചയുടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവോടുകൂടി നമ്മുടെ രാജാവിനോടുകൂടി നമ്മുടെ ദൈവത്തോടുകൂടി യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിക്കും. ചെറിയൊരു വലിയൊരു നിന്റെ സത്യമായ ദാനങ്ങൾ നിയമത്തോടെ പ്രതീക്ഷയും മരിച്ചവരെല്ലാവരും ചെയ്യുന്നു. അവിടുത്തെ സന്നിധി നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും ജാപവും വഴി വിശുദ്ധമായ പിതാവിനെ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിക്കുക. സർവ്വത്തിലെ നാഥനായ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഭദ്രസ്വരമന്ത്രമാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരെയും ബ്രഹ്മചാരികളെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരെയും ഓർമ്മയർച്ചകൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭർത്താക്കളെയും സത്യവിസ്തയുടെ മരിച്ച ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഇവരെ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സർവ്വരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവിന്റെ സഹോദരനെ ഈ കൃപാനുഗ്രഹങ്ങളെ പൂർത്തിയാക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാനയുടെ സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. നിങ്ങളുടെ കർത്താവായ അങ്ങ് നിങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ നിങ്ങൾ അങ്ങേക്ക് അങ്ങയുടെ വിഷത്തിന്റെ രക്തങ്ങളാകും ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകും എടിവരും പാപികളുമായിരുന്നു ഞങ്ങൾ അങ്ങ് കാരണത്തിലേക്കെത്താൻ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഇതിന്റെ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടു കൂടെ പ്രയോഗം ചെയ്യും. ഞങ്ങളെ സ്വന്തമാക്കുമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയുടെ മകയുടെ ആത്മാവോടുകൂടി.
സഹോദരൻ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ മിശിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിടെ അനുഷ്ഠിക്കുന്നവയും സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ദൈവജനമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്ന പൂർവ്വതം തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമാധാനം വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരം. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിലെ ആരാധ്യമായ നാമങ്ങളിൽ നിന്ന് സ്തുതി, എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും ആയിരിക്കുന്നു. ഏതൊക്കെ ലോകത്തെയും സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവച്ചെടുപ്പ് കാണിക്കുകയും ചെയ്യും. സർവവാസികളുടെ ആയും മലകവരുടെ മോഹനത്തിനെ കുറിച്ച് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും രൂപികളുമായ അങ്ങനെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായും പ്രഭുമാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായകയ്ക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായിച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ നനവരം സ്തുതിഗീതങ്ങൾ പാടും. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും പെണ്ണും നിറയുന്നു മന്നവനവന്റെ മഹിമകളാൽ. ഉന്നത വീതിയിൽ ഹോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുവരാജാവാ, വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതിയിൽ ഹോശാന. കർത്താവേ, സ്തുതികളോടുകൂടി അങ്ങേക്ക് നിങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. മറിഞ്ഞിരിക്കുന്ന ആത്മജാതം അങ്ങയുടെ സ്പർശിക്കുന്ന പ്രകാശം, അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തിനങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാധാന കാര്യമായി പരിഗണിക്കുക. അവിടുന്ന് തന്നെ സൂര്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയും കൊണ്ട് അമർത്യമായ ആത്മാവോടും കൃത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി ദൈവത്തിനെതിരായി ഉദ്ധരിക്കുന്നു. ദൈവത്തിന് വിധേയനാവുകയും നിങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്യും. രക്ഷകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ ഒപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും.
അപ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാണ് അനേകർക്ക് വേണ്ടി ചെല്ലപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ വിളിച്ചുകൊണ്ട് എന്റെ അമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചപ്പോൾ എളികരും ബലഹീനരും മാർഗ്ഗമായ ദാസ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കും. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവർ അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനുകളെ കൊണ്ടുവരാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് മരിച്ചവരുകളെ സമുദ്രിക്കുകയും മൃതരാജ്യങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളെ കടകളെ വിശദീകരിച്ചു ഞങ്ങളുടെ പറ്റിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രവൃത്തി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്തെ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ദൈവമേ, പ്രധാനാചാര്യനും സർവത്ര രക്ഷപ്പെടുത്തലും പ്രണാധികാരിയുമായ റബിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി രക്ഷപ്പെടുത്തലും ബലാവുമായി മാർ ജോർജ് ആലഞ്ചിലെ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി തിരുപ്പതി അധ്യക്ഷനായ മാറാട് സഹായിന് വേണ്ടി മാർ ടോണി മെത്രാന് വേണ്ടി വിശുദ്ധ തുലിയ സഭാവിന് വേണ്ടി മാർ പ്രാർത്ഥാക്കൾ മെലധികാരികൾക്ക് വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണം. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാസികളുടെയും സ്നേഹിതന്മാരുടെയും രക്തസാക്ഷികളുടെയും അവരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകമായി പ്രവർത്തിച്ചു നീതിമാന്മാരും വിശുദ്ധന്മാരെ പിതാക്കന്മാർക്ക് വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണം. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശത്തിലും ദുഃഖത്തിലും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ ബലപ്പെടുത്തണം. എല്ലാ മരിച്ചവർക്ക് വേണ്ടി കാരണത്തെ പ്രത്യാശം കാത്തിരിക്കുന്നു. ഈ ദൈവജനത്തിന് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം യാചിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ആശുപത്രികളിലും പബ്ലികളിലും കഴിയുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായ കൊറോണ രോഗബാധ വേദന അനുഭവിക്കുന്ന എല്ലാ ലോകജനതയ്ക്ക് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കുകയാണ്. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധമായ പീഠത്തിന് മേൽ അങ്ങയുടെ വിഷയത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിന്റെയും മാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധന്മാർ പിതാക്കന്മാരുടെയും പാപസ്മരണം അങ്ങയുടെ അവിടെ സമൃദ്ധമായ കൃപയാൽ സഞ്ചാരമാക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ സാധ്യവും സമാധാനങ്ങളും നൽകുന്നു. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് അങ്ങയുടെ പ്രിയപുത്രനായ സഹായം അയച്ചുകൊണ്ടും ഉപവാസങ്ങൾ എല്ലാവരും അറിയുന്നു. നിങ്ങളുടെ കർത്താവിന്റെ വിശ്വാസം ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ വന്നിട്ടുള്ള വേദപാരകന്മാർ, മിത്രന്മാർ, പുരോഹിതന്മാർ, സുരക്ഷകന്മാർക്ക് വിശുദ്ധമാമോദീസയുടെ സജീവ ജീവദായകമായ ഇടത്തെ ഉദ്ധരിച്ചു. പരിശുദ്ധമായ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നിർമ്മലത്തിന്റെ വിശുദ്ധരെ മാർഗം പഠിപ്പിച്ചുകൊണ്ടും എല്ലാ മനുഷ്യരും പറയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതമായ ദാസരെ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി എപ്പോഴും തിരുസന്നിധിയിൽ നിൽക്കുന്നു. അങ്ങയുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിലെയും മരണത്തിലെയും സംസ്കാരത്തിലെയും ഉദ്ധാനത്തിലെയും മഹനീയമായ പരിശുദ്ധവും ജീവനാകിന്റെ ദൈവികമായ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശ്ചിതരായ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളവരട്ടെ. നിന്റെ ദാസരുടെ കുർബാന ആവസിച്ച് ഇതരെ ആസ്വദിക്കുകയും പുറത്തിരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ കർത്താവിനെ പ്രത്യാശിക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനെയും
സ്നേഹാപൂർവമായ രക്ഷാബന്ധനെക്കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിഷയത്തിന്റെ പോലെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമായ തിരുനാമത്തിന് സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാദാനക്കും ഇപ്പോഴും എന്നേക്കും. ദൈവമേ, കാരണത്തിന് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരണമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകും എങ്കിലും സ്ത്രീവും പരിശുദ്ധവും ചൂടായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരണം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ നാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കുന്നു. സജീവവും ചൂടാകുമായ സ്ഥലത്ത് നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുന്നു, പാപമോചനവും രക്ഷയും പ്രാപിക്കും, നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവിശ്വസിയുടെ കൃപയും പിതാവാദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമലമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാരോട് സമീപിക്കാൻ അനുസരണത്തോടെയും അപരാധം പിന്തിരിച്ചുകൊണ്ടും പാടുകുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സൗഹൃദത്തോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും അടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അവനുകൾക്ക് നൽകിയ പല വിശ്വാസത്തോടുകൂടി സ്ഥലത്തിൽ എപ്പോഴും പ്രശ്നത്തിനൊരു നിഷ്കൃതമായ ഞങ്ങളെ ഞങ്ങളെല്ലാവരും മനസ്സിലാക്കി അങ്ങ് വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സർവസ്ഥനായ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ സ്നേഹത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാളെ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യം ശക്തിയും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട്
അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകും. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. സഭയിലവിടുത്തെ സ്ത്രീകളായിരിക്കട്ടെ, എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിതങ്ങളുടെ ആവശ്യമായ കൃപാവ് അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരേശ്വരായ വിശ്വാസമുള്ള ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുന്ന തിരുസഭ ക്ഷണിക്കും. ആ രീതിയിലുള്ള ദിവ്യകാരണ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നേൽക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപി എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങേ നിലവിടണമേ. അങ്ങേ എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഞങ്ങളുടെ കർത്താവെ, വിശ്വാസമുള്ള ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങൾ ബോധിക്കും കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവ് മിശിഹായ നീദാസിന്റെയും സൃഷ്ടാവിന്റെ സാദൃശ്യമാകുന്നു. നിന്നെ നിവസിച്ച സകലരെയും കടങ്ങളും നിന്റെ ശരീരങ്ങളെ മാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വമായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോസ്വരം നിന്നെ എതിരെടുക്കുവാനും സ്വർഗ്ഗങ്ങളോട് നിന്നെ സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാകണമേ. ആമേൻ. പരിശുദ്ധ ആത്മാവിന്റെ കൃപാവരത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവമായ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകട്ടെ. നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങളുടെ കർത്താവായ മത്സരാജ്ഞങ്ങളെ ജീവനായകമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്നു കാരണപ്രഭുങ്ങൾ യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച കൃപയെ അങ്ങയുടെ മകനെ നാമത്തിൽ ഇപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായി അമർച്ചതോഷിതമായ കുമാരൻ നിങ്ങളുടെ കടകളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിൻ തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. നാഥാ, നിന്നിൽ മരിച്ചാലും ജീവിച്ചിടും ചൊന്നു നിൻ തിരു രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും വാഗ്ദാനം നരനീകി നീ സ്വർഗം നേടിടും ഒരു നാളിൽ മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ പുണരട്ടെ. അവരുടെ സ്മരണയിൽ നടത്തിടുന്നീ ബലിയിൽ ചേർന്നവരെല്ലാരും കൃപയാനന്ദം നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലികടമേ സ്വസ്തി. നിത്യപുരോഹിതനായ അങ്ങേദാസന്റെ വൈദികർക്ക് യാതൊരാപദം വരാതെ അങ്ങേ പ്രകൃതത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോടെ കൊടുക്കണം. അവരുടെ വിശുദ്ധ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയിരുത്തലെത്താൽ നമ്മുടെ നാവുകളെ നിരപടമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമാങ്ങിയ പൗരോഹിത്യത്തിന്റെ മഹനിമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളിൽ ലോകവും സുഗന്ധകത്തുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരുടെ ലോകത്തിൽ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും ഫലത്തിലേക്ക് സ്വഭാവനോടുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ അഗ്നിയായ പരിശുദ്ധമതയിലെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കൊറോണ വൈറസ് ബാധയിൽ സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ്
രോഗികളോട് സന്തോഷ അനുഭവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും ഒക്കെ സഹായിക്കണമേ. മരണത്തിൻ്റെ നേടിൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ലെന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തനയോട് ചേർന്ന് കുറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടുകൂടി ഞങ്ങളും അങ്ങനെ ആശ്രയിക്കുന്നു. നിലവി നിവാസികളെ പോലെ അനുതാപവും പ്രാശ്ചിത്വം വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥന സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും ലോകത്തെയും അങ്ങയുടെ അനന്തമായ കാരണത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സുക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യും. നിന്റെ വാക്കുകളുടെ പ്രതീക്ഷയെ നിന്റെ ആശ്രയം ആശ്വസിപ്പിക്കുന്ന ജീവന്റെ മരണത്തിലെയും നാഥനും നിന്റെ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ കരുണയുടെ നിർത്തണമേ. നല്ലവരത്ത് വലം പാകി കർത്താവേ, ഞാൻ ആശ്രയിച്ചു. കർത്താവേ, ആകാശഭൂമി നിന്നതാകുന്നു. ആകാശഭൂമി ഭൂതലവും താപമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് അഭയം നൽകണമേ. മൃതനായസ്സും അവരുടെ കീർത്തനങ്ങൾ പാടും. മൃതനാഥരുടെ പാപങ്ങൾ മാറ്റണമേ. അവന്റെ സന്തോഷത്തിനാനന്ദിക്കും. കർത്താവേ, നിൻ സുഗുണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവർ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാകുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ ൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നത പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. നിന്റെ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ ആകാശത്തിലും ഭൂമിയിലും ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശ്രയം നീയാകുന്നു. ജീവന്റെ കാരണത്തിലെ നാഥനും നിന്റെ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ കൈക്കൊള്ളണമേ. ഹൃദയംഗമ വിശ്വാസത്തോടെ ദാസം ചെയ്യും ബലിയന്നാഥ തിരുസന്നിധി. കൈക്കൊള്ളണമേ. ഹൃദയംഗമ വിശ്വാസത്തോടെ ദാസം ചെയ്യും ബലിയന്നാഥ തിരുസന്നിധി. പൂർവന്മാരാം നോഹബറാഹും ഇസഹാക്യാകും മഹിദാസ്യത്തിൽ പരിപാവനമായ ബലികൾ പോലെ കൈക്കൊള്ളണമേ. ഹൃദയംഗമ വിശ്വാസത്തോടെ ദാസം ചെയ്യും ബലിയന്നാഥ തിരുസന്നിധി. പുരവത്സലരാം സ്നേഹമൊരു വിനയാനിത തവ സന്നിധിയിൽ ചെയ്തൊരു നവ ബലി പോൽ നാഥ. കൈക്കൊള്ളണമേ. ഹൃദയംഗമ വിശ്വാസത്തോടെ ദാസം ചെയ്യും ബലിയന്നാഥ തിരുസന്നിധി. കർത്താവേ, ആരാധന ഞങ്ങൾക്ക് മരിച്ചവരെ സ്തുതി. കർത്താവേ, ആകാശത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. കർത്താവേ,
കർത്താവിനെ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്നെ പക്വനാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പലരും കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവിൽ നിന്ന് ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ കാത്തിരിക്കുന്നു. എന്നാൽ അവന് കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയുടെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, തന്നെ വിളിക്കുന്നു, മരിച്ചേൽപ്പിക്കുന്നതിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സജീവജീവനാകുമായ ആസ്വദമഗ്നിയമായ നീതി നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപ്പങ്ങൾ കൊടുക്കുന്നവനും കണ്ടു നിറഞ്ഞവനും നീതിമാനമായ കർത്താവേ, ജീവന്റെ മരണത്തിലെ നാഥനും നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. കർത്താവേ, പരിസരത്തെ കരുണാപൂർവ്വം ചെയ്യിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാന പ്രദേശത്തെ മരണമടഞ്ഞവരെ നീ മഹിമയുടെ കൂടി ഒഴിപ്പിക്കണമേ. ജീവന്റെ മരണത്തിലെ നാഥനും നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. സ്ഥലത്തിലെ നാഥനുമായി വിശ്വസിക്കണമേ. നിന്റെ കുറിച്ചിന്റെ അടയാളത്തോടും ദൈവങ്ങളുടെ കവടയോടും വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കുകയും മത്സ്യരക്ഷകരായ കവടകൾ നീവർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിടുകയും ചെയ്യും. ഭയാനകമായ വലിയ ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ നിശ്ചിതമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണം. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും